ഈ റോഡിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ ആർക്കും തിരുത്താം. അതുപോലെ മണ്ണാമ്പച്ച റോഡിൽ 8 മീറ്റർ അധികം ചെയ്തു. കോൺട്രാക്ടറിൽ നിന്ന് 1 രൂപയും വാങ്ങിയിട്ടില്ല. ഏതെങ്കിലും അവരിൽ നിന്ന് അധികമായി എന്തെങ്കിലും ഒരു നാരങ്ങ വെള്ളം പോലും പറ്റാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമുക്കുണ്ടാകേണ്ടത് നല്ല റോഡുകളാണ്. അത് പരമാവധി നീളത്തിലും വീതിയിലുമാകണം, കട്ടിയുള്ളതാകണം, ജനങ്ങൾക്ക് കാലങ്ങളോളം ഉപയോഗിക്കാൻ കഴിയുന്നതാകണം എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ പുലിപ്പാറയിൽ നിന്നും മണക്കോട് വാർഡിന്റെ പരിധിയിലൂടെ പോകുന്ന ഫസ്റ്റ് തടം, ആ തടം പഴവളിയിലേക്ക് പുലിപ്പാറ ചായക്കടമുക്കിൽ നിന്ന് താഴെപ്പങ്ങോട് പള്ളിയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ പുലിപ്പാറ റേഷൻ കടയിൽ നിന്ന് പറക്കാട് കോളനിയിലേക്ക് പോകുന്ന റോഡ്, അതിന്റെ 120 മീറ്റർ നാം കോൺക്രീറ്റ് ചെയ്തു. അതുപോലെ കൊളമാങ്കുഴിയിൽ അണ്ടി ഓഫീസ് ജംഗ്ഷനിൽ നിന്നും മുണ്ടോണിക്കരയിലേക്ക് പോകുന്ന റോഡ്, ആ റോഡ് നമ്മളാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പേ അവിടെ MLA-മാരുണ്ടായിരുന്നു, വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു, ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നും നമ്മൾ ചെയ്തത് അതുപോലെ അവിടെ വെക്കുകയാണ്. അതിനപ്പുറത്തോട്ടേക്ക് കുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ ആകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും കുറച്ച് ആൾക്കാരോട് വന്നിട്ട് കയറും ടേപ്പുമായി ആ പ്രദേശങ്ങളിലൊക്കെ അളന്നളന്ന് തിട്ടപ്പെടുത്തുകയാണ്. ഇത്രയും ഉണ്ടല്ലേ, 120 മീറ്റർ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ജനങ്ങൾ തന്നെ, നമ്മുടെ പാർട്ടി പ്രവർത്തകരോ ബാക്കിയുള്ള ആൾക്കാരോ അതിന് പ്രതികരിക്കേണ്ടതില്ല. ജനങ്ങൾ അവരെ വീട്ടിൽ വെച്ച് തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. MLA കഴിഞ്ഞ രാത്രി 8 മണിക്ക് ചെന്ന് കയറിയ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കിയത് പുലിപ്പാറ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് രാത്രി ആട്ടിയിറക്കിയെങ്കിൽ പകല് ആട്ടിയിറക്കുന്ന ദിവസം അനധിവിദൂര ഭാവിയിൽ നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ്. അങ്ങനെ പുലിപ്പാറ നമ്മുടെ 2ാമത്തെ പോളിംഗ് ബൂത്താണ് പുലിപ്പാറ അങ്കമ്പാടി പോളിംഗ് ബൂത്തിന്റെ മുന്നിൽ വെള്ളാരം കല്ല് നിറഞ്ഞ ഒരു റോഡായിരുന്നു മൺ റോഡ്. കാലങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം മുതൽ ഉള്ള ഒരു റോഡാണെന്ന് അവിടെ പ്രായം ചെന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ആ റോഡ് ഇവിടുത്തെ MLA-യോ MP-യോ ബ്ലോക്ക് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരും കണ്ടില്ലേ? അതില് നമ്മൾ ഇരുന്നപ്പോ നമ്മൾ അതിൽ 120 മീറ്റർ കോൺക്രീറ്റ് ചെയ്തു. അങ്ങനെ ഈ വാർഡിന്റെ എല്ലാ പ്രദേശങ്ങളിലും വാട്ടർ കണക്ഷൻ എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു. എല്ലാവർക്കും അന്ന് വെള്ളത്തിന്റെ കണക്ഷൻ എത്തിച്ചു. അതുപോലെ തെരുവ് വിളക്കുകൾ, ഈ റോഡ് നിങ്ങൾ പരിശോധിക്കൂ. ഈ റോഡിൽ ഏതെങ്കിലും ഒരു തെരുവ് വിളക്ക് നമ്മുടെ മെമ്പറിൽ നിന്നപ്പോഴല്ലാതെ അതിന് മുമ്പോ ശേഷമോ ആരെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടോ? 50 രൂപയുടെ ഒരു LED ബൾബ് അത് റിപ്പയർ ചെയ്ത് ഇടാനില്ലാത്ത ഒരു ദയനീയ സാഹചര്യം നമ്മുടെ വാർഡിലുണ്ട്. അങ്ങനെ നമ്മുടെ വാർഡിൽ ഇതുവരെ വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവരോട് അവരവരുടെ കുറ്റം ഏറ്റു പറയുകയായിരുന്നു നിങ്ങളുടെ വീട്ടിൽ മുന്നിൽ വന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2015 മുതൽ 2020 വരെ ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എനിക്ക് കൃത്യമായി എന്റെ കയ്യിൽ രേഖയുണ്ട്. കൺവീനർ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. രേഖയില്ലാത്തത് പല രീതിയിലുള്ള വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ പലർക്കും നമ്മൾ, അതായത് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരുകളോ അവരുടെ വീടുകളോ പറഞ്ഞ് അവരെ പൊതുസമൂഹത്തിൽ മോശക്കാരാക്കാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ നമ്മൾ ഈ റോഡ് വികസനം നടന്നപ്പോ MLA റോഡ് വികസനത്തിന്റെ പേരിൽ MLA-യുടെ പാർട്ടി പ്രവർത്തകർ അന്ന് ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണടിച്ചു കൊണ്ടുപോയി. അത് നമ്മളാരും മറന്നുപോകരുത്. നമ്മുടെ വാർഡിലെ മണ്ണ് 19ാം വാർഡില് അണ്ടി ഓഫീസിന്റെ ഓപ്പോസിറ്റ് വലിയൊരു വയൽ കരയായി കിടപ്പുണ്ട്. അത് ഏത് മുതലാളിയുടെ വയലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുതലാളിമാരുമായി കൂട്ടുകച്ചവടം നടത്തി MLA ഒപ്പിക്കാവുന്നത്, മണ്ണാണെങ്കിൽ മണ്ണ്, മറ്റ് സൗകര്യങ്ങളാണെങ്കിൽ അത് ഒക്കെ ഒപ്പിച്ചു എന്നത് തെളിവാണ്. ഞാൻ നമ്മുടെ പ്രാദേശിക വാർഡിന്റെ വികസനങ്ങളെ അപ്പുറത്തേക്ക് MLA-മാരെയും MP-മാരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ അവസരമാണ്, അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വാർഡിലെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും എനിക്ക് കന്നഡ അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉറപ്പ്, ഈ വാർഡിൽ മറ്റു വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അൻവറിന്റെ ഉളിയങ്കോട് വാർഡിൽ ബഹുമാന്യനായ മെമ്പർ അൻവർ ഉളിയങ്കോടിന്റെ വാർഡിൽ അദ്ദേഹം 6 റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായി. പുലിപ്പാറ വാർഡിൽ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഫാത്തിമ മണക്കോടിന്റെ വാർഡിൽ അതുപോലെ 6 റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു. എന്തുകൊണ്ട് പുലിപ്പാറ വാർഡിൽ അതുണ്ടായി?
ഉണ്ടായിട്ടില്ല. അങ്ങനെ പുലിപ്പാറ വാർഡിന് എന്തൊക്കെ നഷ്ടം സംഭവിച്ചോ, എന്തൊക്കെ മറ്റു വാർഡുകൾക്ക് കിട്ടിയതുപോലെ കിട്ടാതിരുന്നോ, അത് പിടിച്ചു വാങ്ങാൻ അത് ഏതറ്റം വരെയും പോകും. അത് നിയമപരമായ ഇടപെടലാണെങ്കിൽ അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അല്ല ജനകീയ പ്രക്ഷോഭങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം മുന്നിൽ നിന്ന് അതിനുവേണ്ടി മുമ്പ് നിൽക്കാനാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. വരുന്ന 10 മാസം കൊണ്ട് ഇവിടെ വെയിറ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ എയർപോർട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ കൊണ്ടുവരാമെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ പുലിപ്പാറക്കാർ അത്ര മണ്ടന്മാരല്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഈ വരുന്നവരും വിചാരിച്ചിരിക്കുന്നത് പുലിപ്പാറക്കാരോട് എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അവർ വോട്ട് ചെയ്ത് ഇപ്പൊ വിജയിപ്പിക്കുമെന്നാണ്. എന്തായാലും നിങ്ങൾക്ക് 24-ാം തീയതി അവർക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമാണ്. ആ അവസരം കൃത്യമായി വിനിയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വാക്കുകൾ ഉപസംഹരിക്കുന്നു.